ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് ഒരുപാട് ദൂരത്തുനിന്നല്ല, ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു പുതിയൊരു വെറൈറ്റി സംഭവമായിട്ട് വന്നിട്ടുണ്ടോ? വീഡിയോ അവസാനം വരെ കണ്ടോളയും, ഉപകാരപ്പെടും. എന്താ വെച്ചാൽ നമ്മൾ വീടൊക്കെ ഒന്ന് ഉഷാറാക്കുമ്പോൾ കിണറുകൾ ഇതൊക്കെ വെറൈറ്റി ആയിട്ട് മോഡൽ ഡിസൈനിങ് ചെയ്യാൻ എല്ലാവർക്കും ഉദ്ദേശം ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ ഒരുപാട് പൈസ ആവുന്നുള്ള കാഴ്ചപ്പാടിൽ പലരും അത് മാറ്റി വെക്കും. ചെറിയ പൈസയിൽ വളരെ അടിപൊളിയായിട്ട് ന്യൂ മോഡലായിട്ട് ചെയ്യുന്ന ഒരാൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ സുഹൃത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ അതുമല്ല, നിങ്ങൾക്ക് വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ എവിടെ വന്നിട്ട് ഒരു ചെറിയ ചീപ്പ് റേറ്റിൽ ചെയ്ത് തരും ചെയ്യും. അപ്പോൾ നമുക്ക് കഴിക്കണം പോയാലോ, നേരെ പോലെ ഒന്ന് പരിചയപ്പെട്ടാലോ. അപ്പോൾ ഇതാണ് നമ്മളെ ആൾക്കാർ. ഇത് സാദിക്ക്, നമ്മളെ കളിക്കൂട്ടുകാരനാണ്. അതേമാതിരി തന്നെ കുട്ടിമാനെ. എന്താ വെച്ചാൽ കയറുകൾ ഞാൻ എൻ്റെ മതിൽ ഒന്ന് തേക്കാൻ വേണ്ടി വിളിച്ചാണ്. അപ്പോഴാണ് അവൻ്റെ കയ്യിലുള്ള കരവിരുത് മനസ്സിലായത്. ഞാൻ എല്ലാം കാണിച്ചു തരാം, മതിലും ചെടിക്കുള്ള തിണ്ടുകളും കിണറൊക്കെ കാണിച്ചു തരാം. പക്ഷെ അതിൻ്റെ എന്താണ് അതിൻ്റെ മരുന്ന് നമുക്കറിയാമല്ലോ. അല്ല കുട്ടിമാനെ, എങ്ങനെ ഇത് പഠിച്ചത്? വല്ല ടെക്നോളജിയും പഠിക്കാൻ പോയിനോ അതോ പാരമ്പര്യമായിട്ട് വന്നതാണോ? എങ്ങനെ ഇത് പാരമ്പര്യമായിട്ട് വന്നതന്നെ. നമ്മള് വല്യാപ്പ മുതലേ തേപ്പാരാണ്. ഇത് നമ്മളെ ഗുരുവാരാണ്, നമ്മളെ വാപ്പ തന്നെയാണ്. അത് ശരി. അങ്ങനെ പഠിച്ചതാണ്. പിന്നെ നമ്മക്കൊരു ഐഡിയ ഉണ്ട്, ഏതൊരു പണി ഉണ്ടാലും ഓല് പിന്നെ പെരക്കാർ ഇന്ന രീതിയിൽ പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയും. മനസ്സിലായി. കാരണം ഞാൻ ഫോണിലൊരു കുറെ ഇവിടുന്ന് കണ്ട ഒരു ഫോട്ടോ കാണിച്ചു കയറിന്റെ ഈ മോഡലാക്കാൻ പറ്റുമോ? അതല്ല, അതിൻ്റെ അപ്പുറം ഞാൻ ഉഷാറാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മളൊപ്പം ഇങ്ങനെ നമ്മൾ കണ്ട് നടക്കുന്ന ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അവിടെ വർക്കെടുത്ത് തീർന്നപ്പോൾ ഉണ്ടല്ലോ, വേറെ ലെവലേക്കാണ് കിണറതൊക്കെ. ഇത് സാധിക്ക് കുട്ടിമാനൊപ്പം കട്ടൊക്കെ ഉണ്ടാവും, എന്ത് കാര്യത്തിനും ഹെൽപ്പറായിട്ട്. പിന്നെ നാട്ടിലൊക്കെ സജീവമായിട്ട് എല്ലാത്തിനും ഉണ്ടാകുന്ന ആൾക്കാരാണ്. ആ കുട്ടിമാനെ, ഇതിപ്പോൾ ഇങ്ങനത്തെ വർക്കുകളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടാണ്. കാരണം ഒന്ന് ഡെക്കറേഷൻ ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് ചെറിയ ചെലവിൽ ചെയ്യാൻ കഴിയുമ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ വർക്കുകൾ വന്നാൽ പോയി ചെയ്ത് കൊടുക്കൂലേ? എന്താ എങ്ങനെ അവസ്ഥ? എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കേ, എവിടെയാണെങ്കിലും നമ്മൾ പോയി ചെയ്ത് കൊടുക്കും. ഇനിയിപ്പോ തിരക്കാണെങ്കിൽ പിന്നെ 2 ദിവസം 3 ദിവസം അങ്ങനെ വെക്കും, എന്നാലും നമ്മൾ പോയി ചെയ്ത് കൊടുക്കും. അല്ല, നമുക്കറിയാം. കാരണം എന്താ വെച്ചാൽ എന്നോട് പറഞ്ഞ ഒരു 15 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ, എനിക്ക് എടുത്ത പണികൾ തീർക്കാണ്ടത് പറഞ്ഞു. കറക്റ്റ് 15 ദിവസം കഴിഞ്ഞപ്പോൾ വന്നിന്. അപ്പോൾ ആളുള്ള ഉത്തരവാദിത്തോടെ ചെയ്തു തരും, അതിലൊരു തർക്കമല്ല. തിരക്കുകൾ സ്വാഭാവികമാണ്, നല്ല പണി അറിയണവർക്ക് തിരക്കുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകം ഓന് വലിയ പൈസ ആൾക്കാരൊന്നും അറുത്ത് വാങ്ങണ ഓനെ സാധാ ഓൻ്റെ പണിക്കൂലി കാര്യങ്ങൾ എന്നല്ലാതെ ഇങ്ങനത്തെ വർക്കിനൊക്കെ വലിയ സംഖ്യ പറഞ്ഞിട്ടാണ് ആൾക്കാർ എടുക്കുക. പക്ഷെ ഓന അങ്ങനല്ല, ഓന ചീപ്പ് റേറ്റിൽ എടുക്കും. നിങ്ങൾക്ക് ഇതൊക്കെ അതിൻ്റെ എത്രത്തോളം ഉണ്ട് പറയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, അപ്പോഴേ അതിൻ്റെ സെറ്റപ്പ് മനസ്സിലാവുള്ളൂ. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളെ കിണർ. ഇതാണ് നിങ്ങൾ ഒരു ഒറിജിനാലിറ്റി ഒരു മരത്തിൻ്റെ രൂപത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇതിന് ആണി കണ്ടത് ഒരു ഇരുമ്പിൻ്റെ ആണി മാറി കറക്റ്റ് ഇതിൻ്റെ സെറ്റപ്പ് കിട്ടണമെങ്കിൽ ഇതൊരു പെയിന്റിങ് കഴിഞ്ഞിട്ട് വരണം. മരത്തടി കണ്ടില്ല, ഇതിങ്ങനെ റൗണ്ടിൽ പട്ടി കൊടുത്ത മാതിരി തോന്നിപ്പിക്കും. മരത്തിന്റെ പലക ഇങ്ങനെ കറക്റ്റ് പതിപ്പിച്ച മാതിരി അപ്പോൾ ഇത് കാണുന്നത്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു വേറെ വെറൈറ്റി ലെവലിലാക്കി മാറ്റിക്കുന്നത് കുട്ടിമാനെ. ഇത് നോക്കിങ്ങള്, ഇത് സാധാരണ റിങ്ങാ, ഇത് മരത്തിന്റെ ഒരു തടി രൂപത്തിൽ ആക്കി മാറ്റി. അതേമാതിരി തന്നെ ഇവിടെ മേലക്ക് ഇവിടെ നോക്കുകയാണെങ്കിലേ, ഇത് നമ്മൾ കോൺക്രീറ്റിൽ വാർത്തൊരു തൂണാണ്. ഇതൊക്കെ മരത്തിന്റെ അതേ ഒറിജിനാലിറ്റിയിലെ ക്വാളിറ്റി. ഇതൊക്കെ പെയിന്റ് അടിച്ചിട്ട് വരുമ്പോൾ വേറെ ലെവലാക്കണം. അതങ്ങനെ സെറ്റാക്കി. പിന്നെ ഒരു ചെറിയ ചെടിക്ക് വേണ്ടി ഗാർഡൻ ഉണ്ടാക്കിയതാ. അവിടെ തന്നെ നല്ലൊരു വുഡിന്റെ രൂപത്തിൽ ഒരു തടിക്കഷ്ണ രൂപത്തിൽ അങ്ങനെ സെറ്റാക്കി. ആകെ തുക പറയുകയാണെങ്കിൽ മൊത്തത്തിൽ വേറെ ലെവലാക്കി മാറ്റി. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വർക്കാണിത്. ഇതുണ്ടല്ലോ, ഇത് കുട്ടിമാരുടെ സ്വന്തം മെമ്മറിയിൽ വന്നൊരു ഐഡിയ ആണ്. ഞാൻ പറഞ്ഞിട്ടില്ല, അവൻ പറഞ്ഞത് ഒരു മരത്തടി ഇങ്ങനെ വീണ് നടക്കുന്ന രൂപത്തിൽ നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞാണ്ട് ഉണ്ടാക്കിയതാ. പക്ഷെ അത് ഓരോ വർക്കുകളും തീരുമ്പോൾ നമ്മൾ കരുതിന്റെ അപ്പുറമായി മാറാണ്. കണ്ടല്ലോ, ഇതൊക്കെ പെയിന്റിങ് ചെയ്താൽ വന്നാല് അവിടെ പുല്ലൊക്കെ പതിച്ച് സെറ്റാക്കിയാൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുല്ലിങ്ങനെ വഹിച്ചാൽ മതി, ചെടി കുഴിച്ചിടണം, എല്ലാ ഐഡിയകളും എൻ്റെ അടുത്തുണ്ട്. നമ്മളൊരു വീട്ടിൽ കണ്ട് വിളിച്ചാൽ ആ വീട് ഏത് കോലത്തിൽ ഡിസൈൻ ചെയ്ത് വെറൈറ്റി ആക്കി മാറ്റണോ അതുകൊണ്ട് ചെയ്തു തരും. അപ്പോൾ വർക്കുകൾ ധൈര്യങ്ങൾ വിളിച്ചോളിയും. വർക്കുകൾ ഉണ്ടെങ്കിൽ ഓൻ്റെ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുക, കുട്ടിമാരുടെ നമ്പർ, സാധിക്കുന്ന നമ്പറൊക്കെ കൊടുക്കുക, കോൺടാക്ട് ചെയ്തോളിയും. ഓന് വന്നിട്ട് ഏതാ മോഡൽ നിങ്ങൾ പറഞ്ഞാൽ നമ്മളറിയാം. എനിക്കിപ്പോൾ അനുഭവത്തിൽ ഞാൻ പറയണത്, വേറെ ഒരാളത് കണ്ടുകൊണ്ടല്ല, ഞാനൊരു ഫോട്ടോ കാണിച്ചു കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ അപ്പുറം അത് ഡെക്കറേഷൻ ചെയ്താണോ തന്നാണ്. അപ്പോൾ ഏത് മോഡലുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, അത് സെറ്റപ്പ് ആക്കി കുട്ടിമാനെ സാധിക്കും തരും. അല്ലേ? അങ്ങനല്ലേ? നല്ല പിന്നെ